എന്താ തീർത്തോടാ? നീ പറഞ്ഞു വിട്ട അത്രയും പേരെ ഞാൻ തീർത്തിട്ടുണ്ട്. ആരാടാ നീ? അത്ര പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നീ പോയി ഹോസ്പിറ്റലിൽ കിടക്കുന്ന നിന്റെ അനിയനെ വിളിച്ചുണർത്തി അവനോട് ചോദിച്ചു നോക്ക്. ഇപ്പൊ നീ കെട്ടാൻ പോകുന്നവൾ എന്നെ ഡീപ്പായി ലവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കെട്ടണമെന്ന് അവള് പറയുന്നത്. നീ പറയുവാണെങ്കിൽ ഞാൻ കെട്ടാവടാ. നീ കെട്ടാൻ പോകുന്ന പെണ്ണു എനിക്ക്, അവളുടെ അച്ഛൻ കൊള്ളയടിച്ച ലക്ഷം കോടി രൂപയും എനിക്ക്. നീ എന്നെ ട്രാപ്പ് ചെയ്താണോ? അതെ. എന്തിന്? ഗോമതി മരിച്ചുവെന്ന് ഞാൻ നിന്നോട് കള്ളം പറഞ്ഞാണ്. ബോധം പോയ അവളെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ കല്യാണം ഉറപ്പിക്കാൻ സന്തോഷത്തോടെ വന്ന ഞങ്ങളുടെ പാരൻസ് അവളുടെ അവസ്ഥ കണ്ട് ആകെ തകർന്നു പോയി. എന്താ സാർ ഇതൊക്കെ? ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തതിന് പാവം എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? എന്ത് ന്യായോ സാറേ? ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ല. സെൻട്രൽ മിനിസ്റ്റർ എന്റെ ഫ്രണ്ടാ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഹലോ സർ, ആ ഷെവർ നടത്തിയൊരു മർഡറിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. അവൻ ആ വീഡിയോയ്ക്ക് വേണ്ടി എന്റെ കുട്ടികളെ ഉപദ്രവിക്കുക. ഇനി ഇതിന്റെ പേരിലൊരു ഉപദ്രവം ഉണ്ടാവരുത്. വേണ്ട നടപടികൾ എന്താണെന്ന് വെച്ചാൽ സാർ ചെയ്യണം പ്ലീസ്. ഞാൻ വേണ്ട ചെയ്യാം. യെസ് സർ. അറിഞ്ഞോ നീ? ആ മർഡറിന്റെ വീഡിയോ മുഴുവൻ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ ഒറ്റ പ്രൂഫ് മതി എല്ലാം തകർന്നു വീഴാൻ. എന്തെങ്കിലും ഉടനെ ചെയ്യേ. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഞങ്ങളുടെ 2 കുടുംബങ്ങളെ അവരില്ലാതാക്കി. എന്നെയും ഗോമതി ഇവിടെ തനിച്ചാക്കിയിട്ട് അവരെല്ലാവരും യാത്രയായി. എന്തു ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ലായിരുന്നു. ഞാൻ അവിടെ വന്നിരുന്നു. മിസ്സായിപ്പോയി ആ സ്കൗണ്ടർ.